നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയെ പ്രണയിക്കുന്ന സമയത്ത് അവരുടെ പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങളുടെ പ്രണയം സ്നേഹത്തോടെ നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അവർ നിങ്ങളെ വിട്ടു പോകുവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അവർ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, കമ്മിറ്റഡ് ആണ് എന്നുള്ളത്. അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ് എന്നതിൻ്റെ ഒരു സൈൻ അവർ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എങ്കിൽ അതാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ. നിങ്ങളെ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും അവരും മാത്രമുള്ള സ്ഥലങ്ങൾ ആയിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ നിങ്ങളുമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എല്ലാ കാര്യവും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുവാൻ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അത് അവരുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ അതെന്തുമാകാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചെറുതായി മനസ്സിലാക്കി ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പഠിച്ചിരുന്നാൽ ആ സ്നേഹം, നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം വളർന്നു വരുന്നതായി കാണാം. അപ്പോൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളെപ്പോലെ തന്നെ കണ്ട് ബഹുമാനിക്കാൻ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. അതായത് അവർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരെ ഒരുപാട് സ്നേഹിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സ്നേഹബന്ധത്തിൽ സംശയത്തിന് ഇടവരാതെ നോക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ഭാവങ്ങളുണ്ടോ അതെല്ലാം ആ വ്യക്തിക്കുമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ എപ്പോഴും കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അവർ പറയുന്നത് കേട്ടിരിക്കുവാനുള്ള ഒരു മനസ്സ് കാണിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അവരെ ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവരിൽ വരുത്തുന്നതാണ്. അത് കാരണം നിങ്ങളോട് ഒരുപാട് സ്നേഹവും വർദ്ധിക്കാൻ അതിടയാക്കും. അവർ എന്ത് പറയുന്നതൊക്കെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അവരുമായി ഒരു നല്ല ബന്ധം ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ കാര്യവും അവരോട് പറയുവാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുക, ഒരു സംശയത്തിനും ഇടയാക്കാതിരിക്കുക, ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യവും തുറന്ന് സംസാരിച്ചാൽ സംശയത്തിന് ഇടയാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം വളർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ സ്നേഹം വളരുവാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യം, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അവരെ കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളത്. അതായത് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. അവരെ വേദനിപ്പിച്ചാൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ സ്നേഹം കുറയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം അവരിലുണ്ടാക്കുവാനായി അവരെ കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആരുടെ മുന്നിൽ നിന്നും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്.
അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എവിടെ ആയാലും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഇത് സ്നേഹം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഏത് കാര്യവും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കുക. പറ്റുന്ന എല്ലാ കാര്യവും നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കുക. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു സ്നേഹബന്ധം വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ഒരു സ്നേഹബന്ധം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധം നല്ല രീതിയിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.